ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ആ ചാനൽ സൈമാറ്റെക്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ഈ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. വീഡിയോയുടെ താഴെയായിട്ട് റെഡ് കളറിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ മാത്രമേ ഞാൻ ഒരു തവണ പുതിയ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ മിസ് ചെയ്യാതെ കാണാനും സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 മാത്സിന്റെ സോളിഡ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 203 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ എന്താണ് ഒരു സ്ഫിയർ എന്നൊക്കെ മനസ്സിലാക്കണം. അപ്പൊ ഇന്നത്തോടുകൂടി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പൊ മുന്നത്തെ വീഡിയോസ് ഒന്നും കാണാത്തവർ ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മാത്രമേ വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, എന്നിട്ട് ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പൊ വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ്, എന്താ റീസൺ എന്ന് എനിക്കറിയില്ല. ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ എന്താണ് ഒരു സ്ഫിയർ? ഒരു ഫുട്ബോളിന്റെ ഷേപ്പ് എന്താണോ അതാണ് ഒരു സ്ഫിയർ. ഓക്കെ, ഒരു സ്ഫിയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. 4πr² ആൻഡ് വോളിയം എന്ന് പറയുന്നത് 4/3πr³ ആണ്. ഓക്കെ, ഒരു സ്ഫിയറിന് സെന്ററിൽ വെച്ച് കട്ട് ചെയ്താൽ അതിനെയാണ് ഹെമിസ്ഫിയർ എന്ന് പറയുന്നത്. ഹാഫ് ഓഫ് ദി സ്ഫിയർ ഈസ് കോൾഡ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² എന്ന് പറയുന്നത് ഇങ്ങനെ മൊത്തത്തിലുള്ള ഏരിയ, അത് ഹാഫ് ആകുമ്പോൾ 2πr² പ്ലസ് അതിന്റെ നേരെയുള്ള, അതായത് ഇങ്ങനെയാണല്ലോ ഹെമിസ്ഫിയർ ഇരിക്കുന്നുണ്ടാവുക, ഇങ്ങനെയല്ല ഇരിക്കുന്നത്. അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ 4πr² ആണ്, അതിന്റെ ഹാഫ് 2πr² പ്ലസ് ഇങ്ങനെ ഒരു സർക്കിളും കൂടി ഇല്ലേ, അതിന്റെ ഏരിയയും കൂടി വേണം, പ്ലസ് πr², ദാറ്റ് ഈസ് ടോട്ടൽ സർഫസ് ഏരിയ ഈസ് 3πr². ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് പേജ് നമ്പർ 203 ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പൊ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the surface area of a solid sphere is 120 cm². ഒരു സോളിഡ് സ്ഫിയറിന്റെ സർഫസ് ഏരിയ is 120 cm². If it is cut into two halves, what would be the surface area of each hemisphere? അത് രണ്ട് ഹാഫ് ആക്കി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ ഹെമിസ്ഫിയറിന്റെയും ഏരിയ ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് 4πr² എന്താണെന്ന് അറിയാം, 120 ആണെന്ന് അറിയാം. നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? 3πr² കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന്ന് നമുക്ക് πr² എന്തെന്ന് കിട്ടും? 120/4, ദാറ്റ് ഈസ് 30. അപ്പൊ 3 × 30 ഈസ് 90 cm². ഓക്കെ, അല്ലാതെ നേരെ ഹാഫ് അല്ല. ഓക്കെ, നേരെ ഹാഫ് എടുത്താൽ 60 വരുള്ളൂ. അപ്പൊ ആൻസർ തെറ്റിപ്പോവും. സ്ഫിയറിന്റെ ഹാഫ് ആണല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും 120യുടെ ഹാഫ് എടുക്കും. അപ്പൊ ആൻസർ തെറ്റിപ്പോവും. നമ്മൾ ഈ അകത്തുള്ള ഈ ഒരു സർക്കിൾ ഏരിയയും കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, then the second question, the volumes of two spheres are in the ratio 27:64. രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വണ്ണിന്റെ വോളിയം നമുക്ക് 4/3πr⁴ എന്ന് എടുക്കാം, ഈസ് ടു 4/3πr⁴. ദാറ്റ് ഈസ് 27:64 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ റേഡിയൈ? അങ്ങനെയാണെങ്കിൽ r1/r2 കാണണം. ഓക്കെ, r1/r2 കാണണം. ആൻഡ് റേഷ്യോ ഓഫ് ദർ സർഫസ് ഏരിയ ആൻഡ് ഓൾസോ സർഫസ് ഏരിയാസ് തമ്മിലുള്ള റേഷ്യോയും കാണണം. സർഫസ് ഏരിയ എന്താണ്? 4πr⁴ ഡിവൈഡഡ് ബൈ 4πr⁴. അപ്പൊ 4π രണ്ടിടത്തും കോമൺ ആണ്. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത്, സർഫസ് ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്താ വരുള്ളൂ? r1/r²/r². ഓക്കെ, സോ 4/3πr⁴, രണ്ടിടത്തും 4/3π is common, so r1³ is equal to 27/64. That is r1/r2 is equal to 27ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 3 ആണ്. 64ന്റെ ക്യൂബ് റൂട്ട് 4 ആണ്. സോ റേഷ്യോ എന്ത് വന്നു? 3:4. സോ സർഫസ് ഏരിയ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും? 3² is 9, 9:4² is 16, 9:16. Okay, then the third question, base radius and length of a metalder are 4 cm and 10 cm. മെറ്റാൽഡർ എന്ന് പറയുന്നത് ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ സിലിണ്ടറിന്റെ, ഇതാണല്ലോ ഒരു സിലിണ്ടർ. ഓക്കെ, സിലിണ്ടറിന്റെ ബേസ് റേഡിയസ് 4 cm, സ്മോൾ r is equal to 4 cm. ലെങ്ത്, അതായത് ഈ ലെങ്താ പറഞ്ഞേക്കുന്നത്, അതിന് h എന്ന് നമുക്ക് എടുക്കാം. h is equal to 10 cm. It is melted and recast into spheres of radius 2 cm each. ഇത് റീകാസ്റ്റ് ചെയ്തിട്ട് എന്തുണ്ടാക്കി? മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്തിട്ട് സ്ഫിയേഴ്സ്, പല
സ്ഫിയേഴ്സ് ഉണ്ടാക്കി. ഒരു സ്ഫിയറിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഒരു സ്ഫിയറിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര സ്ഫിയേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സ്ഫിയേഴ്സ് കാണാൻ വേണ്ടിയിട്ട് വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് 1 സ്ഫിയർ കണ്ടാൽ മതി അല്ലേ. വോളിയം ഓഫ് സിലിണ്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ. വോളിയം ഓഫ് സിലിണ്ടർ എന്താണ്? പൈ ആർ സ്ക്വയർ എച്ച്, that is pi into 16 into 10 divided by volume of sphere is 4 by 3 pi r cube. 2 cube is 8. പൈയും പൈയും കട്ടായി പോവും. 8ഉം 16ഉം കട്ടായ 2ഉം ഇപ്പൊ 3 മോളിൽ പോവും. സോ ടോട്ടൽ 15 such small spheres നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. A metal sphere of radius 12 cm is melted and recast into 27 small spheres. What is the radius of each sphere? ഒരു മെറ്റൽ സ്ഫിയർ 12 സെന്റിമീറ്റർ റേഡിയസ് ഉള്ളത് മെൽറ്റ് ചെയ്ത് റീകാസ്റ്റ് ചെയ്ത് 27 സ്മോൾ സ്ഫിയേഴ്സ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ആ 27 സ്മോൾ സ്ഫിയേഴ്സ് ഈക്വൽ ആണ്, അതിന്റെ ഈക്വൽ സൈസ് ആണ് ഒരു സ്ഫിയറിന്റെ റേഡിയസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോ നമുക്ക് ബിഗർ സ്ഫിയറിന്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർന്നും സ്മോൾ സ്ഫിയറിന്റെ റേഡിയസിനെ സ്മോൾ ആർന്ന് എടുക്കുക. അപ്പോൾ ബിഗർ സ്ഫിയറിന്റെ റേഡിയസ് എത്രയാണ് തന്നേക്കുന്നത്? 12 സെന്റിമീറ്റർ. സ്മോളറിന്റെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, എത്ര എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്? 27. ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് ബിഗർ സ്ക്വയർ എന്ത് വരും? 4 by 3 pi into 12 cube, that is 144 into 12, that is equal to 27 into volume of 1 small sphere, that is 4 by 3 pi into സ്മോൾ ആർ ക്യൂബ്. ഓക്കെ, അപ്പൊ 4 by 3 pi രണ്ടിടത്തും കട്ടായി പോവും. ഓക്കെ, കട്ട് ചെയ്യാം. (64) ഈക്വൽ ടു ആർ ക്യൂബ്. ആർ ക്യൂബ് 64 വന്നു. സോ ആർ ഈക്വൽ ടു 4 സെന്റിമീറ്റർ. 64ന്റെ ക്യൂബ് റൂട്ട് എന്താണ്? 4. സോ സ്മോളർ സ്ഫിയറിന്റെ റേഡിയസ് എന്ത് വരും? 4 സെന്റിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം എ സോളിഡ് സ്ഫിയർ ഓഫ് റേഡിയസ് 10 സെന്റിമീറ്റർ. ഒരു സ്ഫിയർ ഉണ്ട്, റേഡിയസ് 10 സെന്റിമീറ്റർ ആണ്. എ കോൺ ഓഫ് ഹൈറ്റ് 16 സെന്റിമീറ്റർ ഈസ് കാർവ്ഡ് ഔട്ട്. അപ്പോൾ ഒരു സ്ഫിയർ ഇപ്പൊ ഒരു സർക്കിൾ പോലെ ആയിരിക്കും, നിങ്ങൾക്ക് 3D സ്ഫിയർ ആണെന്ന് വിചാരിക്കുക. അതിൽ നിന്ന് നമ്മളൊരു കോൺ കാർവ് ചെയ്തെടുത്തു. ഓക്കെ, ഇതിന്റെ റേഡിയസ് എന്ത് തന്നിട്ടുണ്ട്? 10 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ അപ്പൊ ഈ ഒരു ലെങ്ത്തും 10 സെന്റിമീറ്റർ ആയിരിക്കും, ഈ ഒരു ലെങ്ത്തും എന്ത് തന്നെയായിരിക്കും? 10 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, എ കോൺ ഓഫ് ഹൈറ്റ് 16 സെന്റിമീറ്റർ. കോണിന്റെ ഹൈറ്റ് എന്താണ്? 16 സെന്റിമീറ്റർ. 16 സെന്റിമീറ്റർ ഈസ് കാർവ്ഡ് ഔട്ട്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ വോളിയം ഓഫ് സ്ഫിയർ ഈസ് എ വോളിയം ഓഫ് കോൺ? അപ്പൊ സ്ഫിയറിന്റെ എത്ര ഫ്രാക്ഷൻ ആണ് കോണിന്റെ വോളിയം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ റേഡിയസ് ഓഫ് കോൺ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. റേഡിയസ് ഓഫ് കോൺ ഇതല്ലേ റേഡിയസ്, കോണിന്റെ റേഡിയസ്. ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത് എന്താണ്? റേഡിയസ് ഓഫ് സ്ഫിയർ. ആ ലെങ്ത് എന്തായിരിക്കും? 10 സെന്റിമീറ്റർ. ഇനി ഈ ഒരു ലെങ്ത് വേണമല്ലേ, ഈ ഒരു ലെങ്ത്. ടോട്ടൽ ഹൈറ്റ് എന്താണ്? 16 സെന്റിമീറ്റർ ആണ്. ഇത്രയും റേഡിയസ് ഓഫ് ദി കോൺ ആണ്. സോ 16 - 10 6 സെന്റിമീറ്റർ ആയിരിക്കും ഈ ഒരു ലെങ്ത്. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം വെച്ച് ഈ ഒരു റേഡിയസ് കണ്ടുപിടിക്കാം. അപ്പൊ റേഡിയസ് ഓഫ് കോൺ എന്ത് വരും? റേഡിയസ് ഓഫ് കോൺ ഈക്വൽ ടു √10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ. അപ്പൊ √100 - 36 √64 എന്ന് വരും. ദാറ്റ് ഈസ് 8 സെന്റിമീറ്റർ നമുക്ക് കിട്ടും. ഓക്കെ, 8 സെന്റിമീറ്റർ നമുക്ക് റേഡിയസ് ഓഫ് കോൺ കിട്ടും. നമുക്ക് എത്ര ഫ്രാക്ഷൻ ആണെന്ന് അറിയാൻ വേണ്ടി വോളിയം ഓഫ് കോൺ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ ചെയ്താൽ മതി. വോളിയം ഓഫ് കോൺ എന്താണ്? 1 by 3 pi r square h. ദാറ്റ് ഈസ് 1 by 3 pi into റേഡിയസ് ഈസ് 8, 64. ആർ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64, എച്ച് എന്താണ്? 16 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സ്ഫിയർ 4 by 3 pi into r ക്യൂബ്. r is 10. അപ്പൊ എന്ത് വരും? 100 into 10 1000 എന്ന് വരും. അപ്പൊ ബൈ 3 രണ്ടിടത്തും കോമൺ ആണ്, കട്ടായി പോവും. പൈ കട്ടായി പോവും. 16 അപ്പൊ
അപ്പൊ 32/125. സോ കോണിന്റെ വോളിയം എന്ന് പറയുന്നത് സ്ഫിയറിന്റെ വോളിയത്തിന്റെ 32/125 പാർട്ടാണ്. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ ആണ്. ദ പിക്ചർ ഷോസ് എ ഡയമെൻഷൻ ഓഫ് എ പെട്രോൾ ടാങ്ക്. ഒരു പെട്രോൾ ടാങ്കിന്റെ ഡയമെൻഷൻസ് ആണ് തന്നേക്കുന്നത്. ഈ ഒരു ഷേപ്പിലാണ്. ഇപ്പൊ ഇതൊരു റെക്ടാങ്കുലർ പോർഷൻ, ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ പോർഷൻ, രണ്ട് സൈഡിലും ഓരോ ഹെമിസ്ഫിയേഴ്സ്. ദെൻ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട്. ഇത് 1 മീറ്റർ, ഇത് 1 മീറ്റർ. അപ്പൊ ഇവിടെ ഇത് എന്തായിരിക്കും? 1 മീറ്റർ 1 മീറ്റർ. ദെൻ ടോട്ടൽ ഹൈറ്റ്, ടോട്ടൽ ലെങ്ത് 6 മീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു ലെങ്ത്തും ഈ ലെങ്ത്തും കൂടി ആഡ് ചെയ്യുന്നത് 6 മീറ്റർ ആണ്. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് പെട്രോൾ ക്യാൻ ഇറ്റ് ഹോൾഡ്? അതായത് ഇതിന്റെ ഒരു വോളിയം നമ്മൾ കണ്ടുപിടിക്കുക. എത്ര ലിറ്റേഴ്സ് പെട്രോൾ ഇതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റും? ദാറ്റ് മീൻസ് നമ്മൾ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കുക. ഓക്കെ, ഈ ഒരു റെക്ടാങ്കുലർ പോർഷൻ എന്താ? ആക്ച്വലി റെക്ടാങ്കിളിന് ഞാൻ ജസ്റ്റ് പറഞ്ഞുള്ളൂ. ഇത് റെക്ടാങ്കിൾ ആണോ? ഇത് 3D ഷേപ്പ് അല്ലേ? അപ്പൊ അതെന്താവും? ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആവും. ഓക്കെ, സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ ഫസ്റ്റ് ഇതിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാം. സിലിണ്ടറിന്റെ വോളിയം എന്താണ്? πr²h. ഓക്കെ, പ്ലസ് 2 ഹെമിസ്ഫിയറിന്റെ വോളിയം. 2 ഹെമിസ്ഫിയർ ചേർത്ത് വെച്ചാൽ എന്താവും? ഒരു സ്ഫിയർ ആവും. സോ നമ്മൾ മൊത്തത്തില് 2 സെയിം സൈസ് ആണ്. സോ മൊത്തത്തില് ഒരു സ്ഫിയറിന്റെ വോളിയം ആക്കി എടുത്താൽ മതി. 4/3 പ്ലസ് 4/3 πr³. ഓക്കെ, അപ്പൊ ഹെമിസ്ഫിയറിന്റെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേഡിയസ് ഓഫ് ഹെമിസ്ഫിയർ. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? റേഡിയസ്. അപ്പൊ ഇതും എന്താവും? 1 മീറ്റർ. ഇവിടെ ഇത് എന്താണ്? 1 മീറ്റർ. അപ്പൊ ബാക്കി ടോട്ടൽ 6 ആണ്. 1 ഇവിടെ പോയി. ബാക്കി എത്രയുണ്ട്? 4 മീറ്റർ. അപ്പൊ ഈ ഒരു ഹൈറ്റ് എന്താണ്? ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഈസ് 4 മീറ്റർ. സോ π ഇൻറ്റു r² ഈസ് 1 ആണ്. അപ്പൊ ഞാൻ എഴുതുന്നില്ല കേട്ടോ. h എന്താണ്? 4 പ്ലസ് 4/3 π ഇൻറ്റു r³ ഈസ് 1. അപ്പൊ 4 പ്ലസ് 4/3 π that is 16/3 π എന്ന് വരും. π is 22/7. ഓക്കെ, നിങ്ങളിത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു ഫ്രാക്ഷൻ ആയിരിക്കും. ഞാൻ ഇവിടെ ആൻസർ ഡയറക്റ്റ് എഴുതാണ്. നമുക്ക് 16.73 എന്നായിരിക്കും കിട്ടുന്നത്. അത്രയും മീറ്റർ ക്യൂബ് ആണ്. എല്ലാം മീറ്ററിലാണ് തന്നേക്കുന്നത്. സോ 16.73 മീറ്റർ ക്യൂബ് ആണ്. സോ 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. ഓക്കെ, അപ്പോ ഇത്രയും മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്റർ ആയിരിക്കും? 16.73 ഇൻറ്റു 1000. അപ്പോൾ ഇൻറ്റു 1000 എന്ന് പറയുമ്പോൾ 16730 ലിറ്റേഴ്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എ സോളിഡ് സ്ഫിയർ ഈസ് കട്ട് ഇൻറ്റു 2 ഹെമിസ്ഫിയേഴ്സ്. ഒരു സോളിഡ് സ്ഫിയർ 2 ഹെമിസ്ഫിയർ ആക്കി കട്ട് ചെയ്തു. ഫ്രം വൺ എ സ്ക്വയർ പിരമിഡ് ആൻഡ് ഫ്രം ദ അതർ എ കോൺ ഈച്ച് ഓഫ് മാക്സിമം പോസിബിൾ സൈസ് ആർ കാർവ്ഡ് ഔട്ട്. അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ഒരു കോണും ഒരെണ്ണത്തിൽ നിന്ന് ഒരു സ്ക്വയർ പിരമിഡും ആണ് കാർവ് ചെയ്തെടുത്തത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വോളിയംസ് തമ്മിലുള്ള റേഷ്യോ അതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു ഹെമിസ്ഫിയറിൽ നിന്ന് സോളിഡ് സ്ക്വയർ പിരമിഡ് കട്ട് ചെയ്തായിരുന്നു നോക്കാം. സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ ബേസിന്റെ ഷേപ്പ് എന്താവും? സ്ക്വയർ ആയിരിക്കും. അതായത് ഇപ്പോ ഇങ്ങനെയാണ് ഹെമിസ്ഫിയർ എങ്കിൽ നമ്മളൊരു സ്ക്വയർ പിരമിഡ് കട്ട് ചെയ്തെടുത്തു. ബേസ് ആ ഒരു സർക്കുലർ പാർട്ടിൽ വരും അല്ലേ? അപ്പൊ എങ്ങനെ വരും? ആ ഒരു ബേസ് മാത്രം എടുത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. ഓക്കെ, ദെൻ റേഡിയസ് നമ്മൾ 6 എന്ന് എടുക്കുകയാണ്. ഓക്കെ, 6 ആണെങ്കിൽ ഇതും 6 ആണ്. സോ ഈ ഒരു സൈഡ് എന്ത് വരും? സ്ക്വയർ പിരമിഡിന്റെ ഒരു സൈഡ് എന്ത് വരും? √2r. ഓക്കെ, അപ്പൊ വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ് എന്ത് വരും? 1/3 a²h. a എന്താണ്? √2r സ്ക്വയർ ഇൻറ്റു ഹൈറ്റ് എന്താണ്? ഹൈറ്റും 6 തന്നെയാണ്. സോ 6. അപ്പൊ എന്ത് വരും? 2/3 r³ എന്ന് വരും വോളിയം ഓഫ് സ്ക്വയർ പിരമിഡ്. ഇനി നമുക്ക് എന്ത് വേണം? വോളിയം ഓഫ് കോൺ വേണം. വോളിയം ഓഫ് കോൺ എന്താണ്? 1/3 πr²h. h എന്ത് തന്നെ വരും? 6 തന്നെ വരും. സോ എന്ത് വരും? 1/3 πr³. ഇതിന്റെ റേഷ്യോ എന്ത് വരും? 2/3 r³ ഡിവൈഡഡ് ബൈ 1/3 πr³. r³ കട്ടാവും. ഡിനോമിനേറ്റർ 3 രണ്ടിടത്തും ഉണ്ട്, അത് കട്ടാവും. സോ 2/π എന്ന് വരും. ദാറ്റ് ഈസ് റേഷ്യോ ഈസ് 2:π. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട്. അപ്പൊ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് സോളിഡ്സ് ഒരുപാട്
ടഫ് ആയിട്ടുള്ള ചാപ്റ്റർ ഒന്നും അല്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ മുന്നത്തെ വീഡിയോസ് കാണാത്തവരെ ഒന്നുകൂടെ വീഡിയോസ് ഒക്കെ കാണുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ്, നെയ്ബേഴ്സ് ആരെങ്കിലും ഒക്കെ 10th സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.